എന്തായാലും ചേച്ചി ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ വിശേഷം ചോദിക്കുന്നതല്ല, ഞാൻ ഉണ്ടാക്കിയൊന്നും ചേച്ചിക്ക് തന്നുമില്ല. ഇനി വിളമ്പിയേച്ച് ഞാൻ നേരം കൊണ്ട് കാത്തിരിക്കുന്നതാണ്. അതോ വർത്താനം പറയുമ്പോ ഈ മണമൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ഡോക്ടർ സാർ എങ്ങനെയാ ചേച്ചിയുടെ ലൈഫിലേക്ക് വന്നേ? ഞങ്ങൾ പുള്ളി ഇവിടെ ആയുർവേദ കോളേജിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അഭിനയിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളി ഇതുപോലെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഇവിടുത്തെ മെറിലാൻഡിലെ ഡ്രാമയൊക്കെ ചെയ്യുമായിരുന്നു. സുബ്രഹ്മണ്യ മുതലാളിയായിട്ട് വലിയ അടുപ്പമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞാൻ അഭിനയിച്ച ഒരു പടത്തിൽ പുള്ളി അഭിനയിച്ചിരുന്നു. 2 പടം, ഒന്ന് വേനലൊരു മഴ, ഒന്ന് പാപത്തിന് മരണമില്ല. അതിൽ പുള്ളി ഒരു ഹീറോ ആയിരുന്നു തോന്നുന്നു. അതിൽ അഭിനയം വന്നപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളിയെ വളയ്ക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതിൽ പുള്ളി നായരും ഞാൻ അന്തർജനവുമാണ്, തിരിച്ചാ. അങ്ങനെ ഒരു പാട്ട് സീൻ അഭിനയിച്ചു. പക്ഷേ അവിടെ ഈ അഭിനയിച്ച് മാത്രം ഇവർ ആൾക്കാരൊക്കെ പറയുന്ന പ്രേമ ലവം ഒന്നുമില്ലായിരുന്നു. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടേ. പിന്നെ വീട്ടിലെ ബ്രദേഴ്സ് അവരവരൊക്കെ ജോലികൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അപ്പോൾ കല്യാണത്തിനെ പറ്റി സത്യം പറഞ്ഞാൽ ചിന്തിച്ചില്ല പുള്ളി. പക്ഷേ വിടാതെ നമ്മളെ ഈ ഷൂട്ടിങ് കഴിഞ്ഞാലും ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരിക. പോയിട്ട് വരട്ടെ, ഒരു പ്രാവശ്യം പറയും, പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ പോയിട്ട് വരട്ടെ, അതെന്താ ഇത് ഇങ്ങനെ. അപ്പം സുകുമാരി ചേച്ചിയോട് ചോദിച്ചു, ഇതെന്തോ ഒരു കുഴപ്പത്തിലേ ചെല്ലും, 3 പ്രാവശ്യം പോയിട്ട് വരും, എന്തോ എന്നോട് പറയുന്നില്ലല്ലോ. അവൻ എൻ്റെ ചേച്ചി ഒന്നുമില്ല. അപ്പം പിന്നെ അടുത്ത ദിവസം ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നപ്പോൾ ഇങ്ങനെ 2 പേരും സംസാരിച്ചപ്പോൾ അപ്പം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമുക്കങ്ങ് കെട്ടിയാലെന്താ. ഞാൻ ഞെട്ടി. ഞാൻ പറഞ്ഞു നടക്കാത്ത കാര്യം. ഇനി ചിരി വന്നു. ഞാൻ പറഞ്ഞു ഇത് ഒരുപാട് തമാശക്കാർ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കും കെട്ടിയാലെന്താന്ന്. അത് നടക്കത്തില്ല. കാരണം 2 പേരും 2 എക്സ്ട്രീം ഇതാണ്. പിന്നെ ഒരിക്കലും പിന്നെ അവരുടെ 4 അമ്മാവന്മാർ, ഈ ഗുരുവായൂരമ്പലത്തെ മേശാന്തിമാരും ഒക്കെ, ഞാൻ പറഞ്ഞു എന്നെ അങ്ങോട്ട് അടുപ്പിക്കത്ത് പോലും ഇല്ല, പിന്നെ നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ട. അതൊക്കെ പറഞ്ഞങ്ങ് പോയി. പിന്നെ മദ്രാസിൽ പോയി പുള്ളി പിന്നെ ഫോൺ നമ്പരൊക്കെ കണ്ടുപിടിച്ച് പുള്ളി വിളി തുടങ്ങി. ഇത് എന്തൊരു കഷ്ടമായത്. ഇപ്പം ഞാൻ ഓരോ ടെസ്റ്റിങ് വെച്ചു ഇങ്ങനെ, ഇത് ഒറിജിനലാണോ അറിയാം. നമ്മൾ കളിപ്പിക്കലാണെങ്കിലേ എത്രയോ നമ്മൾ ഓരോരുത്തർ ജീവിതം കാണുന്നതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ വീട് കാണണമെന്ന്. അതിനെന്താ, നാട്ടിലെ കുന്നംകുളത്താ വീട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഗുരുവായൂർ പോകണമെന്ന് പറഞ്ഞ് വന്നാൽ മതി, എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ടൊന്നും വിശ്വാസമല്ല. എന്നിട്ട് ഞാൻ ഫ്ലൈറ്റിൽ വന്നു, എന്നെ വീട്ടിൽ കൊണ്ടുപോയി. അമ്മയും അച്ഛനും ഒക്കെ ആരും ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. എന്തോ ഒരു ചെറിയ സംശയം. അപ്പോൾ തിരിച്ചെനിക്ക് എറണാകുളത്തെ ഒരു ഷൂട്ടിങ് കണ്ടു. അപ്പം തിരിച്ചു വരുമ്പോൾ അമ്മയും കൂടെ വണ്ടിയിൽ കയറി എന്നെ ആ എറണാകുളത്തുള്ള അവിടെ കൊണ്ടുവിട്ടു. അപ്പോഴും ഇതിലും ജയിച്ചു. അപ്പോൾ ഓരോ എന്ത് ചെയ്യാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു അഫെയർ ഉണ്ട്, അതുകൊണ്ട് എനിക്കിത് അതുപോലെ ഒരു അഫെയർ ഉണ്ട്. ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും പോകുന്നേ പൊയ്ക്കോട്ടെ എന്ന്. അപ്പോൾ പറഞ്ഞു അഫെയർ ഉണ്ടായിട്ട് എന്താ കല്യാണം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു തെറ്റിപ്പോയി കേട്ടോ. ഈ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ഈ കള്ളത്തരം വരുമ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുഴുവൻ തെറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു അയാൾ കല്യാണം കഴിച്ചു. അയ്യോ അത് അയാൾ കല്യാണം കഴിച്ചാ. കല്യാണം കഴിച്ച ഒരാളെ എന്തിനാ വെറുതെ ഇനി പ്രേമിക്കാനൊക്കെ നടക്കുന്നത്. അയാളൊക്കെ ഇട്ടു കേട്ടോ. അല്ല ഞാൻ ഉടനെ പറഞ്ഞു അയ്യോ അതിപ്പോൾ എങ്ങനെ അയാളോട് ചോദിക്കണം. അയാളുടെ അഡ്രസ് ഉണ്ടോ താതാ ഇപ്പം തന്നെ ചോദിക്കുക. എന്തൊരു കഷ്ടമായി. ഉടനെ ഞാൻ വെറുതെ എൻ്റെ ബ്രദറിൻ്റെ ഒരു അഡ്രസ്സ് കൊടുത്തു. ചുമ്മാതായിരുന്നു ഞാൻ താതാ വെറുതെ കള്ളം പറയാം. ബ്രദറിൻ്റെ അഡ്രസ്സ് കൊടുത്തു ദുബായിൽ, അവിടെയാണ് അയാളെന്ന് പറഞ്ഞു. ചുമ്മാ ഉണ്ടാക്കിയതാ കഥ. ഉടനെ തന്നെ ആ അഡ്രസ്സിൽ ഒരു എഴുത്ത് വെച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യനെ, ഒരു കല്യാണം കഴിച്ച മനുഷ്യനല്ലേ, കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീയെ നിങ്ങൾ എന്തോ ഇത് അങ്ങനല്ലേ, ഞാൻ അവരെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ പിന്മാറണം എന്നൊക്കെ പറഞ്ഞു. ആ എഴുത്ത് എൻ്റെ ബ്രദർ എനിക്ക് അയച്ചു തന്നു. എൻ്റെ ദൈവമേ. അപ്പോൾ എനിക്കൊരു പാവം തോന്നി, സിൻസിയറാണ് എന്ന് തോന്നി. ഒന്നുമില്ലല്ലോ, ഒരു നമ്പൂതിരിയല്ലേ. അല്ല ശരിക്കും ഇതിനകത്ത് ആ ബോൾഡ്നെസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ശരിക്കും ചേട്ടനൊരു വാക്ക് പറഞ്ഞാലേ ഉറച്ച തീരുമാനം തന്നെയാണ്. അങ്ങനെയാണ്. അപ്പോൾ പിന്നെ അടുത്ത പ്രശ്നം, വീട്ടുകാർ സമ്മതിക്കത്തില്ല. എൻ്റെ വീട്ടിലെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവരുടെ വീട്ടുകാർ സമ്മതിക്കത്തില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലും ഞാൻ കല്യാണം കഴിക്കും. കാരണം ഇപ്പം ഞാൻ ആയുർവേദം ഡോക്ടർ ഇതെല്ലാം കഴിഞ്ഞല്ലോ, ഹൗസ് സർജൻസി ഒക്കെ കഴിഞ്ഞ് എനിക്കതുകൊണ്ട് അവിടെ പിന്നെ അച്ഛൻ പിന്നെ മുമ്പ് പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്.
അപ്പോൾ അതിൻ്റെ ഒരു കെയർ ഓഫിൽ എനിക്ക് നല്ലത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ അവരെയൊന്നും വിളിച്ചാൽ വരത്തില്ലല്ലോ. കോൺഫിഡൻ്റ് ആയിരുന്നു. അതെ, അങ്ങനെ രജിസ്റ്റർ ചെയ്തു. ഞാൻ പറയുന്നത് കൊണ്ട് നടക്കണ്ട, രജിസ്റ്റർ ചെയ്തു. അതാരും അറിയിച്ചില്ല. അതിന് കഴിഞ്ഞിട്ട് ഒരു റിസപ്ഷനൊക്കെ വെച്ചു മദ്രാസിൽ. അപ്പോൾ എല്ലാവരും അവരാരും വന്നില്ല, എൻ്റെ വീട്ടുകാരും ആർട്ടിസ്റ്റൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക്, പുള്ളി പറഞ്ഞു അപ്പോൾ അങ്ങനെ അഭിനയം നിർത്തണം, രണ്ടുപേരും രണ്ട് സ്ഥലത്ത് പറ്റത്തില്ല. ഞാൻ വളരെ സന്തോഷം പറഞ്ഞു, എനിക്കും ആഗ്രഹമായിരുന്നു. അങ്ങനെ അവിടെ അടുത്ത് തന്നെ പുള്ളി ആ ഇല്ലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് വാടക എടുത്തു, തൊട്ടടുത്ത്. ശരി. അപ്പോൾ പുള്ളി അച്ഛനെ പോയി കാണും. അച്ഛാ സുഖമല്ലേ, കാര്യമൊക്കെ ദേഷ്യമായിട്ട് അച്ഛന് ദേഷ്യമുണ്ട്. പുള്ളി അങ്ങോട്ട് സോപ്പിടുമല്ലേ, ഇങ്ങനെയൊക്കെ ആയപ്പം നമുക്കൊരു മോനൊക്കെ ഉണ്ടായപ്പോൾ അച്ഛന് തോന്നി ഇനിയിപ്പോൾ ഇത് വാശിയും വൈരാഗ്യമൊക്കെ വേണ്ട. അങ്ങനെ ഞങ്ങളെ ഇല്ലത്തോട്ട് കയറ്റി. അപ്പോഴേ അച്ഛന് അസുഖമൊക്കെ വന്നു. അച്ഛന് ട്രിവാൻഡ്രത്ത് ഏട്ടൻ്റെ കൂടെ പോയി താമസിക്കാൻ. അങ്ങനെ അവിടെ എങ്ങനെ മരുന്നുണ്ടാക്കലും കയറുമ്പോൾ കുറച്ച് ചടങ്ങുകൾ അങ്ങനെയൊക്കെ ഉണ്ടോ ചേച്ചി? ഞാനൊന്നുമില്ല, ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മോനൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ഉപനയനം നടത്തിയില്ലെങ്കിൽ കർമ്മം ചെയ്യിക്കത്തില്ല, അതുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ഉപനയനം നടത്തുന്നതിന് മുമ്പുണ്ട്. അപ്പോൾ എന്നെ വീണ്ടും ചുരുക്കം പറഞ്ഞാൽ രജിസ്റ്റർ ചെയ്തു. പിന്നെ അമ്പലത്തിൽ പോയി ഒരു താലി കെട്ടി. പിന്നെ അന്തർജനം മൂന്ന് കല്യാണം. അന്തർജനമാക്കാൻ വേണ്ടി അതിന് കുറേ ചടങ്ങുകളും പരിപാടിയൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേച്ചിയുടെ വീട്ടുകാർ സഹകരിച്ചോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അന്തർജനമാക്കി കഴിഞ്ഞ് പിന്നെ മോൻ അപ്പോഴത്തേക്ക് 8ാം ക്ലാസ്സിലായിരുന്നു പഠിക്കുന്നത്. അപ്പം മോൻ ജനിച്ചു കഴിഞ്ഞിട്ടുള്ളത് കാത് കുത്തുന്നൊരു ചടങ്ങ്, പിന്നെ ഒരുപാട് ചടങ്ങ്, 1 വർഷം ആ ചടങ്ങായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞായിരുന്നു ഉപനയനം നടത്തി. അപ്പോൾ പുള്ളിയുടെ ജാതകം ഒക്കെ വെച്ച് പുള്ളി 2007 അപ്പുറം ഇല്ല, പുള്ളിക്കറിയാം. അപ്പോൾ പുള്ളിയുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയല്ലോ. അപ്പം വേറെ എൻ്റെ സ്വന്തം മോനെ കൊണ്ട് തന്നെ കർമ്മം ചെയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിക്കത്തില്ല. അപ്പോൾ പുള്ളി അത് ചെയ്യിക്കത്തില്ല. ഒന്നാമത് ഈ ഗുരുവായൂരും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ആൾക്കാർ. അപ്പം അങ്ങനെ ഒരു തോന്നി. അപ്പോൾ അതിനു വേണ്ടി മോനെ ഉപനയനം ചെയ്യിച്ചു, നടത്തി, നമ്പൂതിരിയാക്കി. അതിനു വേണ്ടി മാത്രം. എന്തായാലും കൊള്ളാം ചേച്ചി. അപ്പൊ മക്കളൊക്കെ ഇപ്പൊ എന്താ? മോൻ ഇപ്പം ഫിസിയോതെറാപ്പിസ്റ്റാണ്, ഹൈദരാബാദ് CMNC വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ കല്യാണം നിശ്ചയിച്ചു, അടുത്ത വർഷമാണ് കല്യാണം. പെൺകുട്ടി ഇപ്പം ലാസ്റ്റ് ഇയർ MBBS പഠിക്കുന്നു. അതുകൊണ്ടാണ് അടുത്ത വർഷം. അതെ, 2 ഡോക്ടേഴ്സ്. അതെ, ഞാൻ ഒരു ഇവിടുന്ന് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പെണ്ണ് അന്വേഷിച്ച് പോയി കേട്ടോ. എൻ്റെ ദൈവമേ, നമുക്കൊരു എളുപ്പം മോനോടങ്ങ് കൊണ്ടുവരാൻ പറയാം. അതല്ലേ, അതിന് കൊള്ളത്തില്ല, പഠിപ്പിച്ചു കൊടുക്കണ്ട, പ്രേമിക്കാൻ കൊള്ളുകയല്ലെന്ന് സ്വന്തം അമ്മ തന്നെ പറയുക. നോക്കിയേ ചേച്ചി, ഒരു മോനോ? അത് ഒരു മോന്. മോള് മാറിവാനിയസിൽ ഫസ്റ്റ് ഇയർ BA പഠിക്കുന്നു. പിന്നെ ചേച്ചി ഇപ്പം വർക്ക് ചെയ്യുന്ന ഫിലിം ഒന്ന് വർക്ക് ചെയ്ത് AK സാജൻ്റെ പടത്തിലെ മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിച്ചു. അതിലെ നയൻതാരയുടെ അമ്മായിയമ്മ. എനിക്ക് ചേച്ചി ചെയ്യുന്ന ക്യാരക്ടറിലേക്ക് ഏറ്റവും എനിക്കിഷ്ടം ചേച്ചി ഈ ചട്ടയും മുണ്ട് കൊടുത്തോണ്ട് ഒരുപാട് പേരിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ടാമത് തിരിച്ചു വന്ന പടം തന്നെ മറ്റേ വിനോദയാത്ര. ചേച്ചി എനിക്ക് ഒരു പാട്ട് പാടിത്തരോ? ഏത് പാട്ട്? ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ട്. ഇഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പാടിയ പാട്ടുകളെ എനിക്കറിയാവൂ. മതി. ചേച്ചി എത്ര പാടി? ഞാൻ ശ്രീവിദ്യയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അത് അരക്കള്ളൻ മുക്കാക്കള്ളൻ ഒരു പാട്ട്. കാത്തില്ല പൂത്തില്ല തളിർത്തില്ല ഇളം കൊടി തൂമുല്ല കസ്തൂരി മാവിലെ തൈമുല്ല മകയിരം നാൾ കുറെ പൂവേണം മലനാട്ടമ്മയ്ക്കു തിരുനോമ്പ് കാത്തില്ല പൂത്തില്ല തളിർത്തില്ല. ചേച്ചി ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യൂത്തിനല്ല, ചേച്ചിക്ക് ഒന്ന് പാടാൻ പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ ചേച്ചി ചെയ്യാം. എങ്ങനെയാത് ഇപ്പോൾ ഉള്ള പാട്ടോ? അയ്യോ എനിക്ക് പറ്റുകയില്ല കേട്ടോ. ചേച്ചി എന്തായാലും എനിക്ക് ഒരുപാട് സമയമില്ല ചേച്ചിയോട് വർത്താനം പറയാം. എനിക്ക് ഒരു പാട്ടോടെ പാടി തരുമോ? ഒരു പാട്ട്. ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഗുരുവിൻ്റെ ഒരു പാട്ട്, സിനിമയിലൊരു പാട്ട്, പഴയ പാട്ട്. അത് രണ്ടുപേരും പാടാം. 2 അല്ല 4 ആക്കി നോക്കാം. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു, ഞാൻ പോയിരുന്നു.
എന്തായാലും ചേച്ചി എൻ്റെ ഈ കുഞ്ഞ് അടുക്കളയിൽ വന്ന് ഞങ്ങൾക്ക് ഒത്തിരി വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നു. എൻ്റെ ഫിഷ് റോസ്റ്റും ഒക്കെ കഴിച്ച് ആസ്വദിച്ച് എല്ലാ കാലഘട്ടങ്ങളിലെയും വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് വളരെ താങ്ക്സ്. പിന്നെ ഞാൻ ഈ അടുക്കളയിൽ വരാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയത് ഞാൻ ആനിയോട് താങ്ക്സ് പറയുന്നു, എന്നെ വിളിച്ചവരോട് താങ്ക്സ് പറയുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ എന്നറിയോ, നമ്മളൊരു മാനസികമായിട്ട് നമ്മൾ കുറേ അല്ലേ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, സമയം പോയത് അറിഞ്ഞില്ല. സത്യം.